നാലുമണി വാർത്തയിലേക്ക് വിശദമായി. 3 ദിവസം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാറുഖ് സൈഫി അറസ്റ്റിലായി. മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ നിന്നാണ് ഇയാളെ വിവിധ അന്വേഷണ സംഘങ്ങൾ സംയുക്തമായി പിടികൂടിയത്. ഷാറുഖ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പ്രതിക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നു. മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമാണ് ട്രെയിൻ തീവെപ്പ് എന്ന് പ്രതി പറഞ്ഞുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അറസ്റ്റിന്റെ നിർണായക വിവരങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ക്രൈം ത്രില്ലർ സിനിമയിലേതെന്ന പോലെ അന്വേഷണ സംഘത്തിന്റെ നാടകീയ നീക്കങ്ങളിലാണ് പ്രതി ഷാറുഖ് സൈഫി വലയിലായത്. ഷഹീൻബാഗിലെ വീട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നിർണായകമായ നീക്കം. വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഷാറൂഖിന്റെ 6 ഫോണുകൾ അന്വേഷണ സംഘം നിരീക്ഷണത്തിലാക്കി. പുലർച്ചെ 1:30 ഇതിലൊരു ഫോൺ സ്വിച്ച് ഓൺ ആയതോടെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച അന്വേഷണം. ആശുപത്രികളിലേക്ക് അന്വേഷണ സംഘത്തിന്റെ ഫോൺ കോളുകൾ. രത്നഗിരിയിലെ ആശുപത്രിയിൽ തലയ്ക്ക് പരിക്കുപറ്റിയാൾ എത്തിയെന്നും ചികിത്സ പൂർത്തിയാക്കാതെ മുങ്ങിയെന്നും വിവരം. 25ഓളം ATS പോലീസ് ഉദ്യോഗസ്ഥരുടെ രത്നഗിരി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ. 2 മണിയോടുകൂടി ഷാരൂഖിനെ കീഴ്പ്പെടുത്തി. തലയിലും മുഖത്തും ട്രെയിനിൽ നിന്ന് ചാടിയതും പൊള്ളലേറ്റതുമായ പരുക്കുകൾ. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രതി കുറ്റം സമ്മതിച്ചു. ഞെട്ടിക്കുന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ല. ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം. മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ ആക്രമണം. ഇതിനായി പെട്രോൾ കേരളത്തിൽ നിന്ന് തന്നെ വാങ്ങി. പ്രതിക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തലാണ് ഇനിയേറെ നിർണായകം. ഡൽഹിക്ക് പുറത്തേക്ക് സഞ്ചരിച്ചിട്ടില്ലെന്ന് കുടുംബം പറയുന്ന ഷാറുഖ് സൈഫി എങ്ങനെ കേരളത്തിലെത്തി? ഈ ആക്രമണത്തിന് എന്തുകൊണ്ട് എലത്തൂർ തന്നെ തെരഞ്ഞെടുത്തു? എലത്തൂരിൽ നിന്ന് പിന്നീട് രക്ഷപ്പെട്ടത് ആരുടെയെങ്കിലും സഹായത്താലാണോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇനിയും ഉത്തരം കിട്ടാതെ ബാക്കിയായിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം വിശദമായ ചോദ്യം ചെയ്യലിലൂടെ ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വിവിധ ബ്യൂറോകൾക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18 കോഴിക്കോട്. എലത്തൂർ തീവെപ്പ് കേസിലെ പ്രതിയെ എത്രയും പെട്ടെന്ന് കേരളത്തിലെത്തിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് പറഞ്ഞു. The suspected accused in the Kozhikode train incident has been apprehended by the authorities. Right now he is in Ratnagiri. It was a combined effort by our SIT, which was constituted by us. The SIT had officers from the ATS also. And with the cooperation of central agencies and Maharashtra police, the suspected accused has been taken into custody and he'll be brought back to Kerala. I am in touch with the Maharashtra DGP and further details on his interrogation and all that, whatever is revealed will be shared with the media at an appropriate time. Thank you. പ്രതിയെ പിടികൂടി അന്വേഷണ സംഘത്തിന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അഭിനന്ദനം അറിയിച്ചു. This heinous crime has been apprehended in Ratnagiri district of Maharashtra. I thank the government of Maharashtra, their police, RPF and all the people connected with this, including NIA, who have been able to very rapidly, very quickly apprehend this person. Thanks. എലത്തൂർ ട്രെയിൻ ആക്രമണ കേസിൽ പ്രതിയെ 3 ദിവസത്തിനകം പിടികൂടിയ അന്വേഷണ സംഘത്തെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഭവം നടന്ന ഉടൻ തന്നെ കുറ്റക്കാരെ കണ്ടെത്തുവാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അന്വേഷണത്തിൽ പങ്കാളികളായ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും മഹാരാഷ്ട്ര ATS, കേന്ദ്ര ഇന്റലിജൻസ്, റെയിൽവേ അടക്കം സഹകരിച്ച മറ്റ് ഏജൻസികളെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. എലത്തൂർ ട്രെയിൻ തീവെപ്പിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ആശ്വാസ സഹായം നൽകാൻ മന്ത്രിസഭാ തീരുമാനം. പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സ നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. രത്നഗിരിക്കടുത്ത് ഖേദ് റെയിൽവേ സ്റ്റേഷനിൽ പരുക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ഷാറുഖ് സൈഫിയെ നാട്ടുകാരാണ് രത്നഗിരിയിലെ ആശുപത്രിയിൽ എത്തിച്ചത്. ആംബുലൻസ് വിളിച്ചാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാണ് വിവരം. പ്രതി ഷാറുഖിനെ കേരള പോലീസിന് കൈമാറിയിട്ടുണ്ട്. മകൻ കുറ്റക്കാരനാണ് എങ്കിൽ ഉറപ്പായും ശിക്ഷിക്കപ്പെടണമെന്ന് ഷാറുഖിന്റെ പിതാവ് പറഞ്ഞു. മാർച്ച് 31-ന് ഷാറുഖിനെ വീട്ടിൽ നിന്ന് കാണാതാകുമ്പോൾ താൻ വീട്ടിലുണ്ടായിരുന്നില്ല. മകനെ കാണാനില്ലെന്ന് ഞായറാഴ്ച പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും ഷാറുഖിന്റെ പിതാവ് പറഞ്ഞു. അതേസമയം ഉത്തരമേഖല ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം തീവെപ്പുണ്ടായ ട്രെയിനിന്റെ ബോഗികളിൽ പരിശോധന നടത്തി. അശ്വിൻ വല്ലത്തിന്റെ റിപ്പോർട്ട് കാണും.
മഹാരാഷ്ട്ര ATSന്റെ പിടിയിലായ ഷാരൂഖ് സൈഫിയെ കേരള പോലീസിന് കൈമാറിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം മഹാരാഷ്ട്രയിലെത്തി ഷാരൂഖ് സൈഫിയെ ഏറ്റുവാങ്ങി. നാളെ തന്നെ കോഴിക്കോട്ടെ കോടതിയിൽ ഷാരൂഖ് സൈഫിയെ ഹാജരാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പദ്ധതി. ഇയാൾക്ക് ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ പരിക്ക് പറ്റിയത് നേരത്തെയുണ്ടായ ആക്രമണത്തിൽ മാത്രമല്ല. ആക്രമണത്തിൽ ഇയാൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. പക്ഷേ അതിന് പിന്നാലെ ഇന്നലെ ഖേദ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു ട്രെയിനിൽ നിന്ന് ചാടിയിറങ്ങുന്ന സമയത്ത് ഇയാൾക്ക് പരിക്ക് പറ്റിയെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ പരിക്ക് കണ്ട നാട്ടുകാരാണ് ഇയാളെ ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ എത്തിക്കുന്നത്. പിന്നീട് രത്നഗിരി ആശുപത്രിയിൽ വെച്ച് ഇയാളുടെ ഒരു മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആവുകയും അതിന്റെ സിഗ്നൽ ഈ ATSന് നേരത്തെ തന്നെ ഷാരൂഖ് സൈഫിയുടെ മൊബൈൽ ഫോണുകൾ ATS ട്രാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ATSന് അത് ലഭിക്കുകയും അങ്ങനെയാണ് രത്നഗിരിയിൽ ഷാരൂഖ് സൈഫി ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നത്. പിന്നീട് അവിടെ ആശുപത്രിയിലേക്ക് ATS സംഘം എത്തുമ്പോഴേക്ക് അയാൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞിരുന്നു. പക്ഷേ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ഇയാളെ പിടികൂടുകയായിരുന്നു. തുടർന്നുണ്ടായ പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. ഇയാൾക്ക് ഇവിടെ നിന്ന് കടന്നുകളയാൻ രത്നഗിരിയിൽ നിന്ന് കടന്നുകളയാൻ തന്നെയായിരുന്നു പദ്ധതി ഉണ്ടായിരുന്നത്. പക്ഷേ അത് എങ്ങോട്ടേക്ക് പോകാനായിരുന്നു പദ്ധതി, മറ്റാരുടെയെങ്കിലും സഹായമുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊന്നും വ്യക്തതയില്ല. മാർച്ച് 31-നാണ് ഷാരൂഖ് സൈഫിയെ കാണാനില്ല എന്നുള്ള പരാതി ഷാരൂഖിന്റെ പിതാവ് ഡൽഹിയിലെ പോലീസ് സ്റ്റേഷനിൽ നൽകുന്നത്. ഈ പരാതി നൽകിയതിന് പിന്നാലെ തന്നെ ഈ സംഭവം ഷാരൂഖ് സൈഫി എന്നൊരാളാണ് ആക്രമണം നടത്തിയത് എന്നുള്ള സൂചന ലഭിച്ചതിനെ തുടർന്ന് നോയിഡയിലും അതേപോലെ തന്നെ UPയിലും ഒക്കെ തന്നെ വലിയ രൂപത്തിലുള്ള പരിശോധന UP ATSന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അവർ ഷാരൂഖ് സൈഫി എന്ന പേരുള്ള പലരെയും ലൊക്കേറ്റ് ചെയ്തെങ്കിലും ഇങ്ങനെ ഒരാൾ മിസ്സായിട്ടുണ്ട്, ഒരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് ഷാരൂഖിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെയൊക്കെ ചോദ്യം ചെയ്തു. പക്ഷേ അവരൊക്കെ നൽകിയ സൂചനകൾ ഷാരൂഖ് ഇതുവരെയും ഡൽഹി വിട്ട് പുറത്തുപോയിട്ടുള്ള ആളല്ല എന്നുള്ള നിലക്കായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ തന്നെ ഇത് ഷാരൂഖിന് 6 മൊബൈൽ ഫോണുകളുണ്ട് എന്നൊക്കെയുള്ള നിലക്കുള്ള സൂചനകൾ ലഭിക്കുന്നു. മാത്രമല്ല ഷാരൂഖിന്റേതായിട്ട് ലഭിച്ച ബാഗിൽ നിന്നുള്ള ഒരു മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോണിൽ സിം കാർഡ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിന്റെ EMI നമ്പർ ട്രാക്ക് ചെയ്തതിലൂടെ തന്നെ ഇത് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഫോണാണ് എന്നുള്ള മനസ്സിലാക്കുകയും അത്തരത്തിലുള്ള സൂചനകൾ ലഭിക്കുകയും ചെയ്തു. ആ ഫോണാണെങ്കിൽ ഏറ്റവും അവസാനം സ്വിച്ച് ഓഫ് ആയിട്ടുള്ളതും ഡൽഹിയിൽ വെച്ച് തന്നെയാണ്. അത് ഷാരൂഖിനെ കാണാതായ 31-ാം തീയതിയാണ് ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുള്ളതും. അങ്ങനെയാണ് ഇത് ഷാരൂഖ് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നത്. പക്ഷേ പിന്നീട് മറ്റു ഫോൺ നമ്പറുകൾ നിരന്തരം കേന്ദ്ര ഇന്റലിജൻസും അതേപോലെ തന്നെ ATSും ഒക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പക്ഷേ മഹാരാഷ്ട്രയിൽ വെച്ച് ആ ഫോൺ സ്വിച്ച് ഓൺ ആയതോടുകൂടിയാണ് പിന്നീട് അന്വേഷണം വളരെ പെട്ടെന്ന് പ്രതിയിലേക്ക് എത്തിച്ചേരാൻ സഹായിച്ചത്. പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് മഹാരാഷ്ട്ര ATSും RPFും ഒക്കെ നടത്തിയത്. അതിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പലരുടെയും പ്രേരണയാലാണ്, തനിക്ക് പിന്നിൽ മറ്റു പലരുമുണ്ട്, അവരുടെ പ്രേരണയാലാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നൊക്കെ ഷാരൂഖ് സൈഫി സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഇതാരാണ് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ സൂചനകളിലേക്ക് കടന്നിട്ടില്ല. മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ള നിലക്ക് തന്നെയാണ് ഷാരൂഖിന്റെ കുടുംബം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. ഷാരൂഖിന്റെ കുടുംബത്തിന്റെ അടക്കം പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. നാളെ തന്നെ ഷാരൂഖുമായി പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോട്ടെത്തും. കോഴിക്കോട്ടെ കോടതിയിൽ ഷാരൂഖിനെ ഹാജരാക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഇയാൾക്ക് ചികിത്സയടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അത്ര കണ്ട് സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല ഇയാൾ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ചികിത്സ ഉറപ്പാക്കിയതിനു ശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പിൻവലത്താണ് വിശദാംശങ്ങൾ നൽകിയത്. KSRTCയിലെ ശമ്പള പ്രതിസന്ധിയിൽ CMD ബിജു പ്രഭാകർ തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തുകയാണ്. CITU പ്രതിനിധികളുമായുള്ള ചർച്ച പൂർത്തിയായി. TDFുമായുള്ള ചർച്ച അത് തുടരുകയാണ്. വിവരങ്ങളുമായി നന്ദകുമാർ ചേരുന്നു. നന്ദകുമാർ, തൊഴിലാളികളുമായി ഒരു സമവായത്തിലേക്ക് എത്താൻ മാനേജ്മെന്റിന് സാധിക്കുന്നുണ്ടോ? എൽദോപ്പോൾ എന്തായാലും KSRTCയിലെ ശമ്പള പ്രതിസന്ധി വിഷയത്തിൽ ഇന്നും CMD ബിജു പ്രഭാകർ യൂണിയനുകളുമായി ചർച്ച നടത്തുകയാണ്. CITയുമായുള്ള ചർച്ച അല്പം മുമ്പാണ് കഴിയുകയും ചെയ്തത്. ഇപ്പോൾ കോൺഗ്രസ് അനുകൂല സംഘടനയായ TDFുമായി ചർച്ച നടത്തുകയാണ്. BMS ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. യൂണിയനുകളെ വെവ്വേറെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതായിരുന്നു BMSന്റെ നിലപാട്. അത് മാത്രമല്ല, ശമ്പള പ്രതിസന്ധിയിൽ മാനേജ്മെന്റ് ശമ്പളം ഗഡുക്കളായി തന്നെ വിതരണം ചെയ്യും എന്നൊരു നിലപാട് BMS അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇനിയൊരു ചർച്ചയ്ക്ക് സാധ്യത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചർച്ചയെ ബഹിഷ്കരിക്കുകയും ചെയ്തത്. അതേസമയം TDFുമായി ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിനുശേഷം TDF മാറ്റങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, CITയുമായി അല്പം മുമ്പാണ് ചർച്ച അവസാനിക്കുകയും ചെയ്യുന്നത്. ചർച്ചയിൽ ഉടനീളം സ്വിഫ്റ്റിന്റെ രൂപീകരണവും അതിനുശേഷമുള്ള സ്വിഫ്റ്റിന്റെ പ്രവർത്തനവും ഇനി സ്വിഫ്റ്റ് ഉണ്ടാകുന്ന മാറ്റങ്ങളും വിപുലീകരണവും
വിശദീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ CMD ബിജു പ്രഭാകർ CA2 നേതാക്കളോട് പറയുകയും ചെയ്തു. അത് മാത്രമല്ല ഇനി വരാനിരിക്കുന്ന KSRTCയിലെ മാറ്റങ്ങളും ശമ്പള പ്രതിസന്ധി വിഷയം അടക്കം ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്തു. എന്തായാലും ശമ്പളം ഗഡുക്കളായി തന്നെ വിതരണം ചെയ്യാൻ മാത്രമേ മാർഗമുള്ളൂ എന്ന് തന്നെയാണ് മാനേജ്മെന്റ് CA2 നേതാക്കളെ അറിയിച്ചിരിക്കുകയും ചെയ്യുന്നത്. ഈ മാസത്തെ കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിന്റെ ആദ്യ ഗഡു വിതരണത്തിന് ധനവകുപ്പ് 40 കോടി രൂപ അനുവദിച്ചെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി KSRTCയുടെ അക്കൗണ്ടിലേക്ക് ഇതുവരെയും വന്നിട്ടില്ല. എന്നാൽ വന്നാൽ ഇത് തന്നെ ആദ്യ ഗഡു വിതരണം ചെയ്യാനാകുമെന്ന് മാനേജ്മെന്റ് CA2 നേതാക്കളെ അറിയിക്കുകയും ചെയ്തിരുന്നു. വിഷു ഈസ്റ്ററും ഉൾപ്പെടെയുള്ള ആഘോഷ ദിനങ്ങൾ വരുന്നതിനാൽ രണ്ടാം ഗഡു വൈകരുതെന്നും CA2 ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാലും മാർച്ചിലെ സഹായമായ 50 കോടി രൂപ കൂടി അനുവദിക്കണമെന്ന് ധനവകുപ്പ് കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് കഴിഞ്ഞ ദിവസം ധനവകുപ്പിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ വിഷയങ്ങളൊക്കെ തന്നെ CMD ബിജു പ്രഭാകർ CA2 നേതാക്കളോട് അറിയിക്കുകയും ചെയ്തു. അത് മാത്രമല്ല ഇത്തരത്തിൽ KSRTCയെ കൂടുതൽ വിപുലീകരിക്കുമ്പോൾ സ്വിഫ്റ്റിനെ കൂടുതൽ വിപുലീകരിക്കുമ്പോൾ KSRTCയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി അത് പരിഹരിക്കാനാകുമെന്നും ജീവനക്കാരുടെ തൊഴിൽ നഷ്ടം സംഭവിക്കില്ല എന്നും CMD ബിജു പ്രഭാകർ CA2 നേതാക്കൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. അതുകൂടാതെ ഇത്തരത്തിൽ ഒരുപാട് ലാഭം വരുന്നുണ്ട് എന്നൊരു വാർത്തകൾ തെറ്റാണെന്നും KSRTCയിൽ വരുന്ന വരുമാനമൊക്കെ തന്നെ ശമ്പളത്തിന് ഉപയോഗിക്കുമെന്നും CMD ബിജു പ്രഭാകർ CA2 നേതാക്കൾക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ശരി, നന്ദകുമാറാണ് വിശദാംശം നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്നും. മധുവിന് നീതി ലഭിച്ചു. അട്ടപ്പാടി മധു കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 14 പ്രതികളിൽ 13 പേർക്ക് 7 വർഷം കഠിന തടവ്. കേസിലെ 16-ാം പ്രതി മുനീറിന് 3 മാസം തടവും 500 രൂപയുമാണ് ശിക്ഷ. നീതി കിട്ടിയില്ലെന്നും പോരാട്ടം തുടരുമെന്നും മധുവിന്റെ കുടുംബം പ്രതികരിച്ചു. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പ്രോസിക്യൂഷനും വ്യക്തമാക്കി. കോടതി ഉത്തരവിൽ പോലീസിന് വിമർശനമുണ്ട്. ഒന്നാം പ്രതി ഹുസൈൻ ഉൾപ്പെടെയുള്ള 13 പ്രതികൾക്കാണ് 7 വർഷം കഠിന തടവ്. ഹുസൈൻ 1,05,000-ഉം മറ്റു പ്രതികൾ 1,18,000 രൂപയും പിഴയടയ്ക്കണം. 16-ാം പ്രതി മുനീറിന് 3 മാസം തടവും 500 രൂപ പിഴയുമാണ് ശിക്ഷ. എന്നാൽ മുനീർ 3 മാസം റിമാൻഡിൽ കഴിഞ്ഞതിനാൽ 500 രൂപ പിഴ മാത്രം അടച്ചാൽ മതിയെന്ന് കോടതി വ്യക്തമാക്കി. ശിക്ഷാവിധിയിൽ തൃപ്തരല്ലെന്ന് മധുവിന്റെ കുടുംബം പ്രതികരിച്ചു. എന്റെ മധുവിന് നീതി കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ അത്രയും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. എന്റെ മധുവിന് നീതി കിട്ടും, ഒരു 10 വർഷമെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്റെ മധുവിന് നീതി കിട്ടിയിട്ടില്ല. പ്രതികൾ കൂടുതൽ ശിക്ഷ അർഹിക്കുന്നതായും അപ്പീൽ പോകുമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജേഷ് മേനോൻ പറഞ്ഞു. ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആയതിൽ തൃപ്തിയുണ്ട്. പക്ഷേ കുറ്റക്കാരല്ല എന്ന് കണ്ടിട്ടുള്ള 1-2 സെക്ഷനുകളിൽ പ്രോസിക്യൂഷൻ ഇന്നലെ തന്നെ അതിൽ പറഞ്ഞാണ് അതിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പരിശോധിച്ചതിന് ശേഷം അപ്പീൽ കൊടുക്കേണ്ട നടപടികൾക്കുള്ള ശുപാർശകൾ. 484 പേജുള്ള വിധി പ്രസ്താവത്തിൽ മജിസ്റ്റീരിയൽ റിപ്പോർട്ട് തെളിവായി സ്വീകരിച്ചതായി കോടതി വ്യക്തമാക്കി. പോലീസ് കസ്റ്റഡിയിലാണ് മധു മരിച്ചതെന്ന് തെളിയിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞില്ലെന്നും കോടതി പറഞ്ഞു. മാധ്യമങ്ങൾക്കും അഭിനന്ദനമുണ്ട്. മാധ്യമങ്ങൾ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അസ്വാഭാവിക മരണം മാത്രമായി മധു കേസ് മാറുമായിരുന്നുവെന്ന് വിധിയിൽ പറയുന്നു. മധു കേസിൽ കോടതിയുടെ ശിക്ഷ കുറഞ്ഞുപോയി എന്നുള്ളതാണ് മധുവിന്റെ കുടുംബം വ്യക്തമാക്കുന്നത്. ഇതിനെതിരെ അപ്പീൽ പോകാനും മധുവിന്റെ അമ്മയും സഹോദരിയും തീരുമാനിച്ചു. അതായത് മറ്റൊരു നിയമ പോരാട്ടം ആരംഭിക്കുകയാണ്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18. വിധിക്കെതിരെ അപ്പീൽ പോകാനുള്ള മധുവിന്റെ കുടുംബത്തിന് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നല്ല ഇടപെടലാണ് ഉണ്ടായത്. ഉയർന്നു വന്ന ആക്ഷേപങ്ങളെല്ലാം സർക്കാർ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അത് സംബന്ധിച്ച് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾക്ക് ഗവൺമെൻറ്റിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി സന്നദ്ധമാണ്. അവർ തൃപ്തികരമല്ല എന്നുള്ള വിധി പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അവർ തുടർന്ന് എന്താണോ ചെയ്യുന്നത് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഗവൺമെൻറ് ചെയ്തു കൊടുക്കും. 4 മണി വാർത്തയിലേക്ക് വീണ്ടും. ഇടുക്കി ജില്ലയിലെ ശാന്തൻപാറ, ചിന്നക്കനാൽ പഞ്ചായത്തുകളിൽ ജനജീവിതത്തിന് ഭീഷണിയായ കാട്ടാന അരിക്കൊമ്പനെ പിടികൂടി പറമ്പിക്കുളത്തേക്ക് മാറ്റാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഈ തീരുമാനം.
അരിക്കൊമ്പനെ മയക്കേട് വെച്ച് പിടികൂടി കൂട്ടിലടയ്ക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരായി സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ്. ആനയെ ഇടുക്കിയിൽ നിന്നും പറമ്പിക്കുളത്തേക്ക് മാറ്റണമെന്ന് ഹൈക്കോടതി നിയോഗിച്ച 5 അംഗ വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയിരുന്നു. പറമ്പിക്കുളത്ത് അരിക്കൊമ്പന് കഴിയാനുള്ള ആവാസ വ്യവസ്ഥയാണുള്ളത്. വെള്ളവും ഭക്ഷണവും പറമ്പിക്കുളത്ത് സുലഭമാണെന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇടുക്കിയിൽ തന്നെയുള്ള പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിക്കൂടെയെന്ന് കോടതി ആരാഞ്ഞെങ്കിലും വിദഗ്ധ സമിതി നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നു. ആനയെ പിടികൂടുന്നതിന് റവന്യൂ, പോലീസ്, അഗ്നിരക്ഷാ വിഭാഗങ്ങൾ ആവശ്യമായ സഹായം നൽകണം. അരിക്കൊമ്പനെ പിടികൂടുന്നതിൽ സോഷ്യൽ മീഡിയ ആഘോഷങ്ങൾ വേണ്ട എന്നും കോടതി വ്യക്തമാക്കി. ആനയെ തടവിലാക്കണോ പുനരധിവസിപ്പിക്കണമോ എന്ന കാര്യത്തിൽ ചീഫ് ലൈഫ് വാർഡൻ തീരുമാനിക്കേണ്ടതെന്ന് സർക്കാർ നിലപാടെടുത്തപ്പോൾ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമാണ് ലക്ഷ്യമെന്ന് കോടതി പറഞ്ഞു. ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുന്ന ഒരു മൃഗത്തെയും പിടികൂടുന്നത് പരിഹാരമല്ലെന്നും ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുള്ള നടപടികളാണ് വേണ്ടതെന്നും കോടതി നിരീക്ഷിച്ചു. മൃഗങ്ങളുടെ മനുഷ്യന്റെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സമീപനം വേണം. അതിനകത്ത് പഞ്ചായത്തിൻ്റെതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ കോടതി ഗൗരവത്തോടുകൂടി പരിഗണിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിധി കർഷക സമൂഹത്തിന് ആശ്വാസകരമാണെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. കർഷക സമൂഹത്തിന് ഏറെ ആശ്വാസം നൽകുന്ന തൃപ്തികരമായ ഒരു വിധിയായിട്ടാണ് കണക്കാക്കേണ്ടത്. ഹൈക്കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ച ശേഷമാവും ആനയെ എങ്ങനെ പിടികൂടണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ വനം വകുപ്പ് തീരുമാനമെടുക്കുക. ന്യൂസ് 18 കൊച്ചി. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള ഹൈക്കോടതി ഉത്തരവിന്റെ ആശ്വാസത്തിലാണ് ചിന്നക്കനാലിലെയും ശാന്തൻപാറയിലെയും നിവാസികൾ. ജനപ്രതിനിധികളും സമരസമിതിയും വിധിയെ സ്വാഗതം ചെയ്തു. കോടതിയുടെ ഉത്തരവിനെ മാനിക്കുന്നു, അതിനെ അഭിവാദ്യം ചെയ്യുകയാണ്. പക്ഷേ ഒരു കാര്യമാണ്, ഇതിന്റെ പേരിലൊന്നും ഇവിടെ പ്രകടനവും ആഹ്ലാദവും ഒന്നും നടത്താൻ പാടില്ലെന്നൊന്നും കോടതി പറഞ്ഞൊന്നും ശരിയല്ല. ഇവിടുത്തെ ജനങ്ങളുടെ മൗലികാവകാശത്തിന്റെ മേലുള്ള കയ്യേറ്റമാണ്. അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യവും കൂടെ പറഞ്ഞു. ഇന്ന് ഇത് കോടതിയുടെ ഉത്തരവ് അനുസരിച്ച് ഞങ്ങൾ സമരം അവസാനിപ്പിക്കും. അതാണല്ലോ നമ്മുടെ ആവശ്യം. ആനയെ അരിക്കൊമ്പനെ എന്ന ആനയെ നാട്ടിൽ നിന്ന് മാറ്റണം എന്നായിരുന്നു നമ്മുടെ ആവശ്യം. ബാക്കി എന്ത് ചെയ്യണമെന്ന് അവരെ തീരുമാനിക്കണ്ട. ഞങ്ങളുടെ ശല്യത്തിൽ നിന്ന് ഒഴിവാക്കിയതുകൊണ്ട് ഞങ്ങൾ സമരം അവസാനിപ്പിക്കും. സമരം 6ാം ദിവസമാണ്. ഈ ആനേനെ അരിക്കൊമ്പനെ ഇവിടുന്ന് മാറ്റണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെയും ഇവിടുത്തെ നാട്ടുകാരുടെയും ആവശ്യം. ഇത് ഇന്ന് മാറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അത് മാറ്റിയാൽ വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. ഇനി സ്കൂളിൽ പോകാൻ പേടിയില്ലാതെ ഇനി ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരും. കുഞ്ഞും കുട്ടികൾക്കൊക്കെ സന്തോഷമായിട്ട് ഇറങ്ങാനുള്ള ഇതുണ്ട്. ഞങ്ങൾ ഈ രാപ്പകൽ സമരം ഈ 6 ദിവസം ഞങ്ങൾ ഈ ചെയ്തതിന്റെ ഒരു ഫലം ഞങ്ങൾക്ക് കണ്ടതിന്റെ സന്തോഷം. இந்த அரிக்கம்பனை பிடிச்சி மாற்றுறது எங்களுக்கு ரொம்ப சந்தோஷம். ஏன்னா பிள்ளைங்கள்லேருந்து நாங்கள் வேலைக்கு போயிட்டு வர்றதுலேருந்து எல்லாரும் நாங்கள் இந்த அரிக்கம்பனால கொஞ்சம் பயந்து நடந்தோம், எப்போ எங்கே இறங்கி வருமோன்னு. கோடதியில் பிடிக்கக்கூடாதுன்னு விதி வந்தப்போ ரொம்ப சங்கடம் இருந்துச்சு. இப்போ இந்த சமரத்துக்கு பிறகு இதில் வெற்றி கிடைக்குன்னு நினைக்கும் போது எங்களுக்கு ரொம்ப சந்தோஷம். இவ்வளோ நாள் நாங்கள் போராடுறதுக்கு பலன் எங்களுக்கு ஜெயமா നൽകി തന്നതിന് ரொம்ப നന്ദി. ഇവിടെ രാപ്പകൽ സമരം തുടങ്ങിയിട്ട് ഇപ്പോൾ 6 ദിവസമായി. എന്തായാലും വിധിയെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെയുള്ള ജനങ്ങളുടെ വികാരം എന്താണെന്ന് കോടതി മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ரொம்ப சந்தோஷம் ഞങ്ങൾക്ക് ആനയെ പിടിച്ചു മാറ്റുന്നത്. நல்ல சந்தோஷம், ரொம்ப சந்தோஷம். ஆனையை பிடிச்சிட்டு போறதுக்கு ரொம்ப சந்தோஷம். எல்லாரும் ஒத்துழைச்சதுக்கு ரொம்ப നന്ദി. വലിയ ആശ്വാസത്തിലാണ് ചിന്നക്കനാലിലെയും ശാന്തൻപാറയിലെയും ജനങ്ങൾ. ആലപ്പുഴ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ പേവിഷബാധ ചികിത്സയിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച. റാബീസ് വാക്സിൻ എടുത്ത 14-കാരന്റെ ശരീരം തളർന്നു. വാക്സിൻ പ്രശ്നമുണ്ടെന്ന് ഡോക്ടർമാരെ അറിയിച്ചിട്ടും വീണ്ടും കുട്ടിയിൽ കുത്തിവയ്പ് നടത്തുകയായിരുന്നു. ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ പിഴവ് സംഭവിച്ചുവെന്ന് ആശുപത്രി സൂപ്രണ്ടും സ്ഥിരീകരിക്കുന്നുണ്ട്. കുടുംബം ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പൂച്ചയുടെ നഖം കൊണ്ട് മുറിവേറ്റതിനെ തുടർന്നാണ് 14-കാരൻ കാർത്തിക് റാബിക്സ് വാക്സിനേഷനായി ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത്. ആദ്യ ഡോസ് വാക്സിൻ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് സ്വീകരിച്ചു. ചേർത്തലയിൽ നിന്നെടുത്ത 2ാം ഡോസ് മുതലാണ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടിയിൽ കണ്ടു തുടങ്ങിയത്. മറ്റുള്ള ഡോസുകളെല്ലാം എടുത്തത് അതിനാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ വാക്സിൻ എന്തെങ്കിലും പ്രശ്നം കാണുമെന്നാണ് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അത് ഡോക്ടേഴ്സിനോട് പ്രത്യേകം ഓരോ വാക്സിൻ എടുക്കുമ്പോഴും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ അതിനൊരു മുഖവിലയ്ക്ക് എടുക്കുക, കാര്യങ്ങളൊന്നും ചോദിക്കുക, ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. അതേ തുടർന്നാണ് ഇവന്റെ അവസ്ഥ ഇത്രയും മോശമായിട്ട് ഇത്രയും തളർന്നൊരു അവസ്ഥയിലേക്ക് നീങ്ങിയത്. വാക്സിൻ എടുത്ത ഇടവേളകളിൽ 4 തവണയാണ് കടുത്ത പനിയും തലകറക്കവുമായി കാർത്തികിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വാക്സിനേഷന്റെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ കുട്ടിയുടെ പേടി മാത്രമാണെന്ന് പറഞ്ഞ് ഡോക്ടർമാർ രോഗലക്ഷണങ്ങൾ തള്ളുകയായിരുന്നു. ലക്ഷണങ്ങൾ ഗൗരവത്തിലെടുക്കാതെ വീണ്ടും ഡോസുകൾ നൽകിയതോടെ കാർത്തിക്കിന്റെ ശരീരം പൂർണ്ണമായും തളർന്നു.
നേരെ ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അന്നേരം അവർ പറഞ്ഞ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പിന്നെ ഒരു ഡോക്ടർ പറഞ്ഞ് ORS കൊടുത്താൽ മതി. അപ്പോൾ ഒരു 2 മണി വരെ ഒരു ഡോക്ടർ ആയിരിക്കും, ചിലപ്പോൾ ഉച്ച കഴിയുമ്പോൾ വേറെ ഡോക്ടർ, അങ്ങനെ അവർ 2 ഡോക്ടറെ ആ ചികിത്സിച്ച പേപ്പർ നമ്മുടെ കയ്യിലുണ്ട്. അവർ ഒരാൾ ORSൻ്റെ ഇത് പറഞ്ഞ് ഒരാൾ ട്രിപ്പ് ഇട്ട് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ലെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഇവൻ തളർന്ന് കുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവന് പൊങ്ങാൻ പറ്റാത്ത സ്റ്റേജായി. വാക്സിൻ എടുത്ത ശേഷം കണ്ണിന്റെ കാഴ്ചയും സംസാരശേഷിയും നഷ്ടപ്പെട്ടു. അപ്പോഴും ഡോക്ടർമാർ നൽകിയത് ORSഉം സിജറോൺ എന്ന തലചുറ്റലിനുള്ള മരുന്നും മാത്രം. പൂർണ്ണമായി തളർന്ന കുട്ടി 1 മാസമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാർത്തിക്കിന് നൽകിയ ചികിത്സയിൽ ഡോക്ടർമാർക്ക് പിഴവ് സംഭവിച്ചതായി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനോട് നടത്തിയ അന്വേഷണത്തിലും സ്ഥിരീകരിക്കപ്പെടുന്നു. മരുന്നിന്റെ കോംപ്ലിക്കേഷനിലും ചിലർ പക്ഷേ അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അവര് സിവിയർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറഞ്ഞ് 101 ഡിഗ്രി സെൽഷ്യസ് പനിയൊക്കെ എഴുതിയിരിക്കുന്നത്. അത്രയും കാര്യങ്ങൾ എഴുതിയിട്ടും അവിടെ അതിന് വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടില്ലല്ലോ. ഒരു നെഗ്ലിജൻസ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ. അതായത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ നെഗ്ലിജൻസ് ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ശക്തമായിട്ടുള്ള നടപടികൾ വരും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. റാബീസ് ഇഞ്ചക്ഷൻ മൂലം നാഡീവ്യൂഹങ്ങളെ തളർത്തുന്ന സർവിക്കൽ മൈലൈറ്റിസ് കുട്ടിക്ക് ബാധിച്ചുവെന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സാരേഖകളും വ്യക്തമാക്കുന്നു. ചേർത്തല ആശുപത്രിയുടെ ചികിത്സാ പിഴവ് സ്ഥിരീകരിക്കുന്നതാണ് ഈ റിപ്പോർട്ട്. ചേർത്തല കരുവ സ്വദേശികളായ പ്രദീപ് കുമാറിന്റെയും അനിതയുടെയും ഏക മകനാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥി കാർത്തിക്. വാക്സിനേഷനിൽ പ്രശ്നമുണ്ടെന്ന് കുടുംബം നിരന്തരം ഡോക്ടർമാരെ അറിയിച്ചിട്ടും ചേർത്തല താലൂക്ക് ആശുപത്രി അധികൃതർ കുത്തിവെപ്പ് തുടരുകയായിരുന്നു. കളിച്ചും ചിരിച്ചും പഠിച്ചു നടക്കേണ്ട കാലഘട്ടത്തിൽ കാർത്തിക്കിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതിന് തീർച്ചയായും മറുപടി പറയേണ്ടത് സർക്കാരും ആരോഗ്യ വകുപ്പുമാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ചേർത്തല കരുവയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ പേവിഷബാധ ചികിത്സാ പിഴവിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ട് അനിൽകുമാറിനെ ഉപരോധിച്ചു. പിഴവ് വരുത്തിയ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് ഉപരോധം. ജില്ലാ സെക്രട്ടറി KR രൂപേഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. മിനിമം കാര്യങ്ങൾ സാധ്യത ചെയ്യാൻ പാടില്ല. ഒരു മനുഷ്യനെ നോക്കാനില്ല. ഇവിടെ തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിലെ പ്രപഞ്ചയാഗത്തിൽ കേന്ദ്രമന്ത്രി പുരുഷോത്തം രൂപാല ദർശനം നടത്തി. യാഗത്തിൽ പങ്കെടുക്കാനും പൗർണമിക്കാവിൽ ദർശനം നടത്താനും സാധിച്ചത് ഭാഗ്യമായി കാണുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷേത്രത്തിൽ ബാലത്രിപുരസുന്ദരി യാഗവും നടന്നു. ഹിമാലയത്തിൽ നിന്നെത്തിയ ശ്രീ കൈലാസപുരി ഭക്തർക്ക് നേരിട്ട് ദർശനം നൽകി. യാഗം നാളെ അവസാനിക്കും. മാർച്ച് 31 ആരംഭിച്ച യാഗം ഓരോ ദിനവും മന്ത്രങ്ങളും പ്രാർത്ഥനകളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ തുടരുകയാണ്. പൗർണമിക്കാവും പരിസരവും മറ്റൊരു ദേവലോകത്തിന്റെ അനുഭൂതിയാണ് ഭക്തർക്ക് നൽകുന്നത്. മംഗളഗണപതി പൂജയോടെയാണ് യാഗം തുടർന്നത്. ചതുർവേദ പാരായണവും നവഗ്രഹ യാഗവും ഹോമങ്ങളും ദീപാരാധനയും പ്രപഞ്ചയാഗത്തിന്റെ പുണ്യമായി നിറഞ്ഞു. കേന്ദ്ര കൃഷിമന്ത്രി പുരുഷോത്തം രൂപാല ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാജ്യത്തിന്റെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂജാരിമാരെ പൗർണമിക്കാവിൽ കാണാൻ സാധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി പുരുഷോത്തം രൂപാലെ പറഞ്ഞു. અહીંયા ચાલતા પ્રપંચ યજ્ઞની અંદર દેશભરના મુખ્ય આપણા જે તીર્થો છે ઉજ્જૈન, કામાખ્યા, ખાસ કરીને તાંત્રિક આપણી પીઠો છે બગલામુખી, એ બધા તંત્ર સ્થાનકોના આચાર્યો અહીંયા ઉપસ્થિત છે અને એક સાથે મળીને આ શક્તિ ઉપાસનાના પર્વને મનાવે છે. ISRO ചെയർമാൻ ഡോക്ടർ S സോമനാഥും ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ശിവലിംഗ ദീപാരാധനയ്ക്ക് ഹിമാലയത്തിൽ നിന്നെത്തിയ ശ്രീ കൈലാസപുരി കാർമ്മികത്വം വഹിച്ചു. 254 സന്യാസി ശ്രേഷ്ഠന്മാരും പ്രപഞ്ചയാഗത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. യാഗം തുടരുന്നതിനിടെ അനുദിനം ഭക്തജനത്തിരക്ക് ഏറുകയാണ്. എല്ലാ ദിവസവും 108 പൂജകളാണ് ഭക്തർക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. യാഗം വ്യാഴാഴ്ച അവസാനിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. 4 മണി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.